പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 7ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ യൂണിറ്റാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമുക്ക് മൂന്നാമത്തെ യൂണിറ്റായ കോൺസ്റ്റിറ്റ്യൂഷൻ പാത്ത് ആൻഡ് ഗൈഡിംഗ് ലൈറ്റ് ഈ പാഠഭാഗത്ത് നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഐഡിയാസ് ഡിഡ് ഗാന്ധിജി വിഷ് ടു ഹാവ് ഇൻ ദ ഫ്യൂച്ചർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? Sovereignty, equality, fraternity, liberty, gender justice, secularism. അതായത് പരമാധികാരം, തുല്യത, സാഹോദര്യം, ലിംഗനീതി, അതുപോലെ തന്നെ മതേതരത്വം, ഇതൊക്കെയാണ് ഗാന്ധിജിയുടെ ഫ്യൂച്ചർ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഐഡിയാസ്. വാട്ട് ഐഡിയാസ് ഡിഡ് ഗാന്ധിജി വിഷ് ടു ഹാവ് ഇൻ ദ ഫ്യൂച്ചർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? Sovereignty, equality, fraternity, liberty, gender justice and secularism. Name the first mass movement against British rule. What was the main feature of this movement? ബ്രിട്ടീഷ് ഭരണത്തിനെതിരായിട്ട് നടന്ന ആദ്യത്തെ മാസ് മൂവ്മെൻറ്റ് ഏതായിരുന്നു? അതുപോലെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരമായിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ദി ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഇൻ 1857. ദിസ് മൂവ്മെൻറ്റ് ഹെൽപ്പ് ദ പീപ്പിൾ ടു ഡെവലപ്പ് എ സെൻസ് ഓഫ് നാഷണലിസം ബേസ്ഡ് ഓൺ റിലീജിയസ് ഹാർമണി. ജനങ്ങൾക്കിടയിൽ മതസൗഹാർദ്ദത്തിലൂന്നിയുള്ള ദേശീയ ബോധം വളർത്തുന്നതിന് ഈ സമരം സഹായകമായി. അപ്പോൾ ആദ്യത്തെ മാസ് മൂവ്മെൻറ്റ്, ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ 1857 റിവോൾട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെയിം ഓഫ് ദ റീജിയണൽ ഓർഗനൈസേഷൻസ് ഫോംഡ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ എഗെയിൻസ്റ്റ് ഫോറിൻ ഡോമിനേഷൻ. അതായത് ധാരാളം പ്രാദേശിക സംഘടനകൾ രൂപപ്പെട്ടു. അവയുടെ പേരെഴുതാനാണ് ചോദിക്കുന്നത്. ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ ആൻഡ് പൂന സാർവജനിക് സഭ. ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ ആൻഡ് പൂന സാർവജനിക് സഭ. ഇതൊക്കെയാണ് പ്രാദേശികമായിട്ട് ഉയർന്നു വന്ന സംഘടനകൾ. നെയിം ദ ഓർഗനൈസേഷൻ ദാറ്റ് എറോസ് നാഷണലി അഗെയിൻസ്റ്റ് ഫോറിൻ ഡോമിനേഷൻ. അതായത് ഇപ്പോൾ നമ്മൾ പ്രാദേശിക സംഘടനകളെ കുറിച്ചിട്ട് പറഞ്ഞു. ഈ സംഘടനകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ദേശീയ തലത്തിൽ ഉയർന്നു വന്ന സംഘടന ഏതാണെന്നാണ് ചോദിച്ചത്. എക്സ്പ്ലെയിൻ ഇറ്റ്സ് മെയിൻ ഒബ്ജക്റ്റീവ്സ്. അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഒരു ദേശീയമായിട്ട് ഉയർന്നു വന്ന സംഘടനയാണ് 1885 രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോംഡ് ഇൻ 1885. ഇയർ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ആദ്യമായിട്ടുള്ളൊരു ദേശീയ സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. വാട്ട് ആർ ദ മെയിൻ ഒബ്ജക്റ്റീവ്സ്? എന്തൊക്കെയായിരുന്നു അതിൻ്റെ ലക്ഷ്യങ്ങൾ? The main objectives of the Indian National Congress were to bring the problems of various groups of people in India to the attention of British authorities and to develop a sense of nationalism among the people beyond caste, religion and regional thinking. അപ്പോൾ ഒരു ദേശീയ തലത്തിൽ ഉയർന്നു വന്ന സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയ ബോധം വളർത്തുക തുടങ്ങിയവയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോയിൻ്റ് ഔട്ട് സം ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ ദ ഫ്രീഡം സ്ട്രഗിൾ വിത്ത് ദ അഡ്വെൻറ്റ് ഓഫ് ഗാന്ധിജി. ഗാന്ധിജി വന്നതിന് ശേഷം നമ്മളുടെ ഫ്രീഡം സ്ട്രഗിളിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ചേഞ്ചസ്, മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഗാന്ധിജിയുടെ വരവോടുകൂടി സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് വന്ന മാറ്റങ്ങളാണ് ചോദിച്ചത്.
With the advent of Gandhiji, the freedom movement transformed itself into a mass movement. His influence strengthened the demand for democracy based on social justice. അതായത് ഗാന്ധിജിയുടെ വരവോട് കൂടിയാണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ഒരു ബഹുജന സ്വഭാവം കൈവന്നത്. അതായത് ഇറ്റ് ടേൺഡ് ഇറ്റ് സെൽഫ് ഇൻ ടു എ മാസ് മൂവ്മെൻറ്റ്. അതേപോലെ ഗാന്ധിജിയുടെ സ്വാധീനം സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം എന്ന ആശയം ശക്തമാക്കി. അത് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ became the foundation of our constitution. ഇവാലുവേറ്റ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണ് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയായി മാറിയത്. ഈ സെൻറ്റൻസ് വിലയിരുത്താനാണ് ചോദിച്ചിട്ടുള്ളത്. അവർ നാഷണൽ ലീഡേഴ്സ് വിഷ്ഡ് ദാറ്റ് ദ ഐഡിയാസ് ആൻഡ് വാല്യൂസ് ഓഫ് ഫ്രീഡം, equality based on social justice, brotherhood and religious harmony put forward by the national movement should be the foundation of our constitution. These views influence the framing of our constitution. അതായത് ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യം, സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ സമത്വം, സാഹോദര്യം, മതസൗഹാർദ്ദം എന്നീ ആശയങ്ങളും മൂല്യങ്ങളുമാണ് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറ ആകേണ്ടത് എന്ന് നമ്മുടെ നേതാക്കൾ തീരുമാനിച്ചു അല്ലെങ്കിൽ ആഗ്രഹിച്ചു. ഈ കാഴ്ചപ്പാടുകളാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണത്തെ സ്വാധീനിച്ചത്. മെൻഷൻ ദ ഫീച്ചേഴ്സ് ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 വന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ സവിശേഷതകളാണ് ചോദിച്ചത്. എന്തൊക്കെയാണ് സവിശേഷതകൾ? ബൈക്യാമറൽ ലെജിസ്ലേച്ചർ ഇൻ 6 provinces. 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ. ബൈക്യാമറൽ ലെജിസ്ലേച്ചർ അറ്റ് ദ സെൻറ്റർ. കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ. 321 സെക്ഷൻസ് ആൻഡ് 10 ഷെഡ്യൂൾസ്. 321 വിഭാഗങ്ങളും 10 പട്ടികകളും. സ്പെഷ്യൽ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഫോർ വീക്കർ സെക്ഷൻസ്, വിമൻ ആൻഡ് വർക്കേഴ്സ്. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ. പവർ ഡിവൈഡഡ് ബിറ്റ്വീൻ ദ സെൻറ്റർ ആൻഡ് ദ പ്രോവിൻസസ്. കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ച് നൽകുക. ഇതൊക്കെയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. വാട്ട് വെർ ദ കീ ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി? നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകൾ എന്തെല്ലാം എന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് മീറ്റിംഗ് 9th December 1946. എന്നാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ആദ്യ സമ്മേളനം ചേർന്നത്? 1946 December 9. ദി ഇലക്റ്റഡ് ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ചെയർമാൻ ഓഫ് ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡോക്ടർ BR അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിമിംഗ് പീരിയഡ് 2 years 11 months ആൻഡ് 17 days. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നിർമ്മാണ കാലയളവ് 2 വർഷം 11 മാസം 17 ദിവസം. കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റഡ് ആൻഡ് സൈൻഡ് ഓൺ 26 November 1949. ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത് 1949 November 26. ഇറ്റ് കെയിം ഇൻ ടു ഇഫക്റ്റ് ഓൺ 26 January 1950. നിലവിൽ വന്നത് 1950 January 26. അന്നാണ് ഇന്ത്യ റിപ്പബ്ലിക്കായത്. January 26 നമ്മൾ റിപ്പബ്ലിക് ദിനമായിട്ട് ആഘോഷിക്കുന്നു. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തത് എന്നാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് അംഗീകരിച്ച് ഒപ്പുവെച്ചത് 1949 November 26 എന്നാൽ ഭരണഘടന നിലവിൽ വന്നത് 1950 January 26. വാട്ട് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ? നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയുടെ സവിശേഷതകൾ എന്തെല്ലാം എന്നാണ് ചോദ്യം. പാർലമെൻ്ററി ഡെമോക്രസി. പാർലമെൻ്ററി ജനാധിപത്യ ഭരണം, അതായത് രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകളാണ് നിയന്ത്രിക്കുന്നത്. പോപ്പുലർ സോവർണിറ്റി.
രാഷ്ട്രത്തിൻ്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ്. പരമാധികാരം ജനങ്ങൾക്കാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ. ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങൾ. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, മൗലിക കടമകൾ. ഓരോ വ്യക്തിയും രാജ്യത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, മാർഗനിർദ്ദേശക തത്വങ്ങൾ. സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. റൂൾ ഓഫ് ലോ, നിയമവാഴ്ച. എല്ലാ പൗരനും നിയമത്തിന് മുന്നിൽ തുല്യരാണ്, ആരും നിയമത്തിന് അതീതനല്ല എന്ന ഒരു തത്വം. യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ്, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം. ഇൻഡിപെൻഡൻ്റ് ആൻഡ് ഇമ്പാർഷ്യൽ ജുഡീഷ്യറി, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. നിയമനിർമ്മാണ സഭ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സംവിധാനമാണ് ഇൻഡിപെൻഡൻ്റ് ആൻഡ് ഇമ്പാർഷ്യൽ ജുഡീഷ്യറി. ഫെഡറാലിസം എന്ന് പറഞ്ഞാൽ അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് വിഭജിക്കപ്പെട്ടിരിക്കുന്ന സംവിധാനം. സിംഗിൾ സിറ്റിസൺഷിപ്പ്, രാജ്യത്ത് ഒരൊറ്റ പൗരത്വമേ ഉള്ളൂ, സംസ്ഥാനങ്ങൾക്കായി പ്രത്യേക പൗരത്വമില്ല. ഇതൊക്കെയാണ് നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകൾ, ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നെക്സ്റ്റ്, ലിസ്റ്റ് ഔട്ട് ദ ലോസ് റിലേറ്റഡ് ടു ചിൽഡ്രൻസ് റൈറ്റ്സ്. കുട്ടികളുടെ അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളിൽ ചിലതാണ് ചോദിച്ചത്. ദി ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട്, ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട്, ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, ദി പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട്. വാട്ട് ഈസ് പോക്സോ ആക്ട് 2012? പോക്സോ ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചത്. അതായത് ഇതിൻ്റെ ഫുൾ ഫോം പഠിക്കണം. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫെൻസസ് ആക്ട്, അതാണ് പോക്സോ. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫെൻസസ് ആക്ട്, ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമമാണ് പോക്സോ ആക്ട്. It is an act enacted to implement the rights guaranteed by the Constitution of India, incorporating child-friendly measures without gender discrimination. The law considers all under the age of 18 as child. അതായത് കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയുവാനും കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ഉറപ്പുവരുത്തുവാനും വേണ്ടിയിട്ട് 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടി ലക്ഷ്യം വെക്കുന്നു. ഇതിനനുസരിച്ച് ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുത്തുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പിലാക്കുന്നതിനും ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട്, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. വളരെ പ്രധാനപ്പെട്ട ഒരു ആക്റ്റാണ് കേട്ടോ. 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളെയും കുട്ടിയായിട്ടാണ് ഈ നിയമം പരിഗണിക്കുന്നത്. വൈ ഡസ് അവർ കൺട്രി ഗീവ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ടു ചിൽഡ്രൻസ് റൈറ്റ്? എന്തുകൊണ്ടാണ് നമ്മളുടെ ഇന്ത്യ കുട്ടികളുടെ അവകാശങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത്? എവ്രി ചൈൽഡ് ഹാസ് ദ റൈറ്റ് ടു ലിവ് സേഫ്ലി വിത്തൗട്ട് ഫിയർ ഇൻ ദി സൊസൈറ്റി. ഭയരഹിതമായും സുരക്ഷിതമായും സമൂഹത്തിൽ ജീവിക്കാൻ ഓരോ കുട്ടിക്കും അവകാശമുണ്ട്. These rights include every aspects of a child's welfare. It consists of the right to health care, education and protection from harm and exploitation. Children should be protected from any activities that could harm their development. അവരെ വളർച്ചയ്ക്കും വികസനത്തിനും എതിരായിട്ട് നിൽക്കുന്ന ഏത് പ്രവർത്തനത്തിൽ നിന്നും കുട്ടികൾക്ക് സംരക്ഷണം നൽകണം. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? ഭരണഘടനയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. എസ്റ്റാബ്ലിഷസ് ദ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് സിറ്റിസൺ, പൗരന്മാരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു. ഡിഫൈൻസ് ആൻഡ് ഡീലിമിറ്റ്സ് ദ പവേഴ്സ് ഓഫ് ദ ഗവൺമെൻറ്, ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു. ഡിഫൈൻസ് ദ ബേസിക് വാല്യൂസ് ആൻഡ് ഐഡിയൽസ് ഓഫ് ദ നേഷൻ, രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു. ആക്ടിവേറ്റ് സേഫ് ഗാർഡ് എഗെയിൻസ്റ്റ് ടിറനി ആൻഡ് അബ്യൂസ് ഓഫ് പവർ,
സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും എതിരായ സംരക്ഷണ കവചമായി വർത്തിക്കുന്നു. ആക്ടിവേറ്റ് സേഫ് ഗാർഡ് അഗൈൻസ്റ്റ് tyranny ആൻഡ് അബ്യൂസ് ഓഫ് പവർ. ഇറ്റ് സ്റ്റാൻഡ്സ് ആസ് ദ ഫണ്ടമെൻ്റൽ ഡോക്യുമെൻറ്റ് ദാറ്റ് ഡയറക്ട്സ് ദ നേഷൻ. രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായി നിലകൊള്ളുന്നു. പ്രിസേർവിംഗ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു. എൻഷുവേഴ്സ് ദാറ്റ് ഓൾ ദ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റംസ് ഓഫ് ദ കൺട്രി ഫങ്ഷൻ അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നു. ഇതൊക്കെയാണ് നമ്മളുടെ ഭരണഘടനയുടെ ധർമ്മങ്ങൾ. വാട്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്? ഇനിയിപ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാനുള്ള, ഭേദഗതി വരുത്താനുള്ള അവകാശമുണ്ട്. അപ്പോൾ എന്താണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞാൽ? Constitutional amendment is the process of making changes in the constitution as per the change in the social demands. The constitution itself explains how amendments can be made. അതായത് കാലാനുസൃതമായി മാറ്റങ്ങൾ വരുത്താവുന്ന ഒന്നാണ് നമ്മുടെ ഭരണഘടന. മാറുന്ന സാമൂഹിക ആവശ്യങ്ങൾ പരിഗണിച്ച് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്ന പ്രക്രിയയാണ് ഭരണഘടനാ ഭേദഗതി. ഇനി എങ്ങനെയെല്ലാമാണ് ഭരണഘടനാ ഭേദഗതികൾ, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ്സ് നടത്താമെന്ന് ഭരണഘടനയിൽ തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഹൂ ഹാസ് ദ പവർ ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? കോൺസ്റ്റിറ്റ്യൂഷൻ ഭേദഗതി വരുത്താൻ ആർക്കാണ് അധികാരം? അക്കോർഡിംഗ് ടു ദ ആർട്ടിക്കിൾ 368, പാർലമെൻറ്റ് ഹാസ് ദ പവർ ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ but the basic structure of the constitution should not be amended. 368 വകുപ്പ് പ്രകാരം ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റിനാണ്. ആർക്കാണ് ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റിനുള്ള അധികാരം? പാർലമെൻറ്റിൽ. എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ഭേദഗതി ചെയ്യാൻ പാടുള്ളതല്ല. പ്രിപ്പയർ എ ടൈം ലൈൻ യൂസിങ് സം ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികളെ കുറിച്ചിട്ടുള്ള ഒരു ടൈം ലൈൻ ഉണ്ടാക്കുക. അതായത് പ്രധാനപ്പെട്ട ചില ഭരണഘടനാ ഭേദഗതികൾ ഉൾപ്പെടുത്തി ഒരു ടൈം ലൈൻ തയ്യാറാക്കുക. അമെൻമെൻറ്റ് 1 1951 നമ്പർ ഓഫ് ഷെഡ്യൂൾസ് ഇൻക്രീസ്ഡ് 9. നമ്പർ ഓഫ് ഷെഡ്യൂൾസ് 9 ആയിട്ട് കൂടി. അതുപോലെ 42ാമത്തെ അമെൻമെൻറ്റ് 42 1976 സെക്യുലാരിസം, സോഷ്യലിസം ആൻഡ് ഇൻറ്റഗ്രിറ്റി വെയർ ആഡഡ്. സെക്യുലാരിസം, സോഷ്യലിസം ആൻഡ് ഇൻറ്റഗ്രിറ്റി കൂട്ടിച്ചേർത്തത് 42ാം ഭരണഘടന ഭേദഗതിയിലാണ്. 1976 ഭേദഗതിയാണ് 42ാം ഭരണഘടനാ ഭേദഗതി. അതായത് 1976 42ാം ഭേദഗതി വഴിയാണ് മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്തത്. ഭരണഘടനയിൽ ഈ സമയത്ത് വേറെയും ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതുപോലെ സുപ്രധാനമായ മാറ്റങ്ങൾ വരുത്തിയ ഒരു ഭേദഗതി ആയതിനാൽ 42ാമത്തെ ഭരണഘടനാ ഭേദഗതി 1976 42ാം ഭരണഘടനാ ഭേദഗതിയെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ചെറു ഭരണഘടന എന്നും കൂടെ വിളിക്കുന്നു. ഈ പോയിൻറ്റ്സ് നിങ്ങൾ ഓർത്ത് വെക്കണം. ധാരാളം ഭേദഗതികൾ നടത്തിയ ഒരു ഭരണഘടനാ ഭേദഗതി ആയതുകൊണ്ട് തന്നെ 1976 42ാം ഭരണഘടനാ ഭേദഗതിയെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ചെറു ഭരണഘടന എന്നുകൂടെ വിളിക്കുന്നു. അമെൻമെൻറ്റ് 44 1978 ദി റൈറ്റ് ടു പ്രോപ്പർട്ടി ഈസ് നോ ലോങ്ങർ എ ഫണ്ടമെൻ്റൽ റൈറ്റ്. റൈറ്റ് ടു പ്രോപ്പർട്ടി, സ്വത്തിലുള്ള അവകാശം ഫണ്ടമെൻ്റൽ റൈറ്റ്, അത് മൗലിക അവകാശങ്ങളിൽ പെട്ടതല്ലാതാക്കിയ ഭേദഗതിയാണ് 1978 44ാം ഭേദഗതി. അമെൻമെൻറ്റ് 73 ആൻഡ് 74 1992 പഞ്ചായത്തി രാജ് മുനിസിപ്പൽ കോർപ്പറേഷൻ ആക്ട്. പഞ്ചായത്തി രാജ് മുനിസിപ്പൽ കോർപ്പറേഷൻ ആക്ട് വന്ന ഭേദഗതിയാണ് 1992 73 74. അമെൻമെൻറ്റ് 86 2002 എഡ്യൂക്കേഷൻ ബിക്കേം എ ഫണ്ടമെൻ്റൽ റൈറ്റ്.
എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം ഫണ്ടമെൻ്റൽ റൈറ്റ് ആക്കിയ ഭേദഗതിയാണ് 2002 86 ഭേദഗതി. അമെൻമെൻറ്റ് 101 2016 ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് GST കൊണ്ടുവന്ന അമെൻമെൻറ്റാണ് 101 അമെൻമെൻറ്റ് 2016. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ചലഞ്ചസ് ഫേസ്ഡ് ഇൻ ഇംപ്ലിമെൻറ്റിംഗ് ലോസ്? നിയമങ്ങൾ, അതായത് നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള വെല്ലുവിളികളാണ് നേരിടേണ്ടി വരുന്നത്? ചലഞ്ചസ് ഫേസ്ഡ് ഇൻ ഇംപ്ലിമെൻറ്റിംഗ് ദ ലോസ് ആർ, എന്തൊക്കെ തരത്തിലുള്ള വെല്ലുവിളികളാണ് നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ നേരിടേണ്ടി വരുന്നത്? വേരിയഡ് ഇൻട്രസ്റ്റ് ഓഫ് ദ പീപ്പിൾ, ജനങ്ങളുടെ വ്യത്യസ്തമായ താൽപ്പര്യങ്ങൾ. ലെജിസ്ലേഷൻസ് ദാറ്റ് ഡസ് നോട്ട് ഫുള്ളി റിഫ്ലക്ട് ദ വിൽ ഓഫ് ദ പീപ്പിൾ, ജനഹിതം പൂർണ്ണമായും ഉൾക്കൊള്ളാത്ത നിയമനിർമ്മാണങ്ങൾ. അതുപോലെ ഇഗ്നോറൻസ് ഓഫ് ലോ, നിയമങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ. വേരിയഡ് റിലീജിയസ് ബിലീഫ്സ് ആൻഡ് സെറിമണീസ്, പലതരത്തിലുള്ള മതാചാരങ്ങളും വിശ്വാസങ്ങളും പിന്തുടരുക. ഇതൊക്കെയാണ് നിയമങ്ങൾ നടപ്പിലാക്കുമ്പോഴുള്ള വെല്ലുവിളികൾ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം എക്സാം ആകുമ്പോഴേക്ക് ഒന്നാമത്തെ പാഠത്തിൻ്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസേഴ്സും കൂടി ഞാൻ വീഡിയോ ചെയ്യാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക എക്സാമിന്.